ഈ ഒരു വേദിയിൽ വെച്ച് അടുത്ത അവാർഡ് നൽകുന്നതിന് വേണ്ടി വിശേഷണങ്ങൾക്കും അതീതമായ ഒരു വ്യക്തിത്വത്തെ ഞാൻ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ശ്രീ ബോബി ചെമ്മണ്ണൂർ. ഇത്രയും അധികം മലയാളി പ്രേക്ഷകരെ ഇൻഫ്ലുവൻസ് ചെയ്ത, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്ത വേറൊരു ബിസിനസ് മാൻ ഉണ്ടാകില്ല. കാരണം അദ്ദേഹം ചെയ്യുന്ന ഹ്യൂമാനിറ്റേറിയൻ കാര്യങ്ങളായാലും അദ്ദേഹം നടത്തുന്ന സന്ദർഭോചിതമായ ഇടപെടലുകളായാലും നമുക്കറിയാം. ഹീസ് ഓൾ ഓവർ ദ ന്യൂസ്, ഹീസ് ഓൾ ഓവർ ഇൻ മീഡിയ. അത്രമാത്രം അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി കൂടിയാണ് ബോബി. അപ്പോൾ എന്താണ് ബോബി, ഇത്രയും വലിയൊരു ക്രൗഡും ഇത്രയും വലിയൊരു എന്താ പറയുക ഒരു അറേഞ്ച്മെൻറ്റ്സും പ്രതീക്ഷിച്ചിരുന്നോ ഇവിടെ? തീർച്ചയായിട്ടും മമ്മൂക്ക ഉണ്ട്, അതുപോലെ സിനിമാ രംഗത്തെ എല്ലാ പ്രമുഖരും ഉണ്ട്. തീർച്ചയായിട്ടും തൃശ്ശൂരോട്ടും മോശമല്ല സിനിമയെ സ്വീകരിക്കാൻ എന്ന് പ്രതീക്ഷിച്ചിരുന്നു. കോൺക്വർ ദ വേൾഡ് വിത്ത് ലവ്. സ്നേഹം കൊണ്ട് ലോകം കിഴക്കും. ഈ പുതുവർഷത്തിൽ എല്ലാവരും സ്നേഹത്തിൽ ജീവിക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച് ആൻഡ് ലവ് യു എവരിബഡി. That is Bobby Chemanur. ICL 11th Ramu Kariyat Award Night 2015 The Prior Most Award ആണ് നമ്മൾ ഇനി അനൗൺസ് ചെയ്യാൻ പോകുന്നത്. The Best Director. പൊരിവെയിലത്ത് നിൽക്കുന്ന ജീവിതങ്ങൾക്ക് മുൻപിലാണ് ഈ സംവിധായകൻ എപ്പോഴും ക്യാമറ വയ്ക്കുന്നത്. ദൃശ്യത്തിലേക്ക് കടന്നുവരുന്നവരാകട്ടെ നാം തന്നെയും. ഗൗരവമുള്ള ചലച്ചിത്രങ്ങളുടെ കാലം കഴിഞ്ഞുവെന്ന് ഉദ്ഘോഷിക്കുന്നവർക്ക് മുൻപിൽ മേഘഗർജനം പോലെയാണ് ഈ സംവിധായകൻ ചിത്രങ്ങൾ ഒരുക്കിവെക്കുന്നത്. രാമു കാര്യാട്ട് ഫിലിം അവാർഡ്. മികച്ച സംവിധാനം സലിം അഹമ്മദ്. ചിത്രം പത്തേമാരി. അറബി നാടിൻ്റെ മണൽക്കാറ്റ് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഒരു തീനാളമായി, ഒരു നൊമ്പരമായി അവശേഷിപ്പിച്ച ദ ഡയറക്ടർ ഹിംസെൽഫ്, none other than the national award winner himself, സലീം അഹമ്മദ്. പത്തേമാരി എന്നൊരു സിനിമ ഒരുക്കി മലയാളി പ്രേക്ഷകർക്ക് മുന്നിൽ വീണ്ടും ഒരിക്കൽ കൂടി പാടവം തെളിയിച്ച സലീം സാറിനെയാണ് ഈ ഒരു വേദിയിൽ വെച്ച് 11th രാമു കാര്യാട്ട് ഫിലിം അവാർഡ് നൈറ്റിൽ 2015 ദ ബെസ്റ്റ് ഡയറക്ടറായിട്ട് നമ്മളിവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ സിനിമയുടെ തിരക്കഥയുടെ വർക്കുമായിട്ട് ഈ നാട്ടിലെ പഴയകാല പ്രവാസികളെ 60-50 കാലഘട്ടങ്ങളിൽ സ്വന്തം ജീവൻ പണയം വെച്ച് വീട് പുലർത്താൻ ഗൾഫിലേക്ക് കുടിയേറിയ കുറേ ആദ്യകാല പ്രവാസികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ചരിത്രത്തിൽ എവിടെയും രേഖപ്പെടുത്താതെ പോയ അവരുടെ ജീവിതമാണ് ഈ സിനിമയിലൂടെ രേഖപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത്. ഈ സിനിമ ഞാൻ കണ്ട പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതായത് ഈ പോകുന്ന പത്തേമാരികളിൽ 2 അടി നീളവും 1 അടി വീതിയുമുള്ള കരിങ്കല്ലുകൾ സൂക്ഷിച്ചിരുന്നു. അവർക്ക് ആർക്കും അറിയില്ല എന്തിനാണ് ഈ കരിങ്കല്ല് സൂക്ഷിക്കുന്നതെന്ന്. പക്ഷേ ആ പത്തേമാരിയിൽ ഒരാൾ മരിച്ചപ്പോൾ അയാൾ കടൽ താഴ്ത്താൻ വേണ്ടിയാണ് അത്തരം കരിങ്കല്ലുകൾ ഉപയോഗിച്ചിരുന്നത്. ഈ സിനിമയിലും അങ്ങനെ ഒരു സീനുണ്ട്. അതായത് ഇലിയാസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ പത്തേമാരിയിൽ നിന്നും മരണപ്പെടുമ്പോൾ അയാളുടെ ജഡം മയ്യത്ത് കടലിലേക്ക് ഒരു കരിങ്കല്ല് വെച്ച് താഴ്ത്തുന്നുണ്ട്. നമ്മളിന്ന് ഈ കാണുന്ന കേരളത്തിൻ്റെതായ ആണെങ്കിലും ഗൾഫിൻ്റേതാണെങ്കിലും സമ്പന്നതയ്ക്ക് പിന്നിൽ അന്ന് 60കളിൽ അല്ലെങ്കിൽ 70കളിൽ നിന്നും ഇവിടെ നിന്നും കുടിയേറിയ പ്രവാസികളാണ്. ഇതുപോലുള്ള ഒരുപാട് കരിങ്കല്ലുകൾ അറബിക്കടലിൻ്റെ ആഴങ്ങളിൽ ഇന്നുമുണ്ടാവും. അവരുടെയൊക്കെ സ്വപ്നങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ മോഹങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ ജീവത്യാഗങ്ങളുടെ മുന്നിലാണ് നമ്മൾ ഇന്നീ കാണുന്ന സമ്പന്നത വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ആഴക്കടലിൽ ആണ്ടുപോയ ജീവിതങ്ങൾക്ക് സമർപ്പിച്ചിരിക്കുന്നത്. ഈ അവാർഡും അവർക്ക് വേണ്ടി സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സർ, ഈ പത്തേമാരി എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഒരു ത്രെഡ് അത് കിട്ടിയപ്പോൾ തന്നെ മമ്മൂക്ക ആയിരിക്കണം എൻ്റെ പള്ളിക്കൽ നാരായണൻ എന്നൊരു തോട്ട് ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും ഈ സിനിമയിൽ ഈ പള്ളിക്കൽ നാരായണൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ അല്ലെങ്കിൽ പള്ളിക്കൽ നാരായണൻ എന്ന് പറയുന്ന ആ 3 ഗെറ്റപ്പുകളിൽ വരുന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ മലയാളത്തിൽ മമ്മൂക്കയല്ലാതെ വേറെ ആരുമില്ല. നിങ്ങൾ ഈ സിനിമയിൽ കണ്ട അല്ലെങ്കിൽ മമ്മൂക്കയുടെ ശബ്ദത്തിൽ നിങ്ങൾ കേട്ട് കൈയടിച്ച പല ഡയലോഗുകളും ഞാൻ നേരത്തെ പറഞ്ഞ ഇന്നാട്ടിലെ പഴയകാല പ്രവാസികൾ പറഞ്ഞു തന്ന അവരുടെ അനുഭവങ്ങളിൽ നിന്നും പറഞ്ഞ വാക്കുകൾ പകർത്തിവെക്കുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. നന്ദി. താങ്ക് യു സോ മച്ച് സർ. പത്തേമാരി എന്ന് പറയുന്ന സിനിമയുടെ ഒരു അവാർഡ്സിൻ്റെ ഒരു ജൈത്ര യാത്ര ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. ഇനി ഒത്തിരി അവാർഡുകൾ പത്തേമാരിയെ തേടി എത്തട്ടെ എന്നൊരു വലിയ ആഗ്രഹത്തോടെ തന്നെയാണ് ദ ബെസ്റ്റ് ഡയറക്ടർ ഫോർ ദി ഇയർ 2015
It's for him, Salim Ahmed.